100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തും. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 100-ലധികം സീറ്റുകൾ നേടി വിജയിക്കാൻ കഴിയുമെന്നാണ് വയനാടിൽ സമാപിച്ച ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കാരണവശാലും തർക്കമില്ല എന്നും അങ്ങനെ തർക്കമുണ്ടെന്ന ആക്ഷേപങ്ങൾക്ക് ടീമായി നിന്ന് തന്നെ മറുപടി പറയുകയും ചെയ്യുമെന്നാണ് ക്യാമ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വേറെ ഒരു ചിന്ത പോലുമില്ലാതെ വിശ്രമമില്ലാത്ത പോരാട്ടത്തിനിറങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം, അതുപോലെ കോൺഗ്രസ് അണികളും. തെരഞ്ഞെടുപ്പിന് മുൻപായി ഒരു മാസത്തിനുള്ളിൽ തന്നെ LDFിലും NDAയിലുമുള്ള പല പാർട്ടികളും UDFിലെത്താൻ പോകുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയമുണ്ടാകുമെന്നാണ് ക്യാമ്പിൽ വിലയിരുത്തിയിരിക്കുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ട് എന്നൊരു പ്രചരണം അത് CPM മനഃപൂർവ്വം അഴിച്ചുവിടുന്നതാണ്, അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതായത് കോൺഗ്രസിന് ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അത്തരം ലീഡർഷിപ്പുകളിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിഷമമുണ്ടാകില്ല. പക്ഷെ ഇപ്പോൾ ഇന്നതാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇന്നയാളെ മുഖ്യമന്ത്രിയാക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രചരണങ്ങൾ അത് തീർത്തും അപവാദ പ്രചരണങ്ങളാണ് എന്നാണ് ക്യാമ്പ് വിലയിരുത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വളരെ കൃത്യമായ നടപടിക്രമങ്ങളെല്ലാം നടത്തി വരികയാണ്. ഒരാൾ പോലും പിണങ്ങില്ല. ഒരു ടീമായി ഒറ്റ കുടുംബമായി നിൽക്കാനാണ് ഈ ക്യാമ്പിൽ തീരുമാനമായിട്ടുള്ളത്. നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ആത്മവിശ്വാസത്തോടെയുള്ള പോരാട്ടം അത് തുടങ്ങിയ സാഹചര്യത്തിൽ 100-ലധികം സീറ്റുകളോടെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് ക്യാമ്പ് വിലയിരുത്തിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്ന മാറ്റമാണ് UDFന് ഏറ്റവും വലിയ ഗുണമാകുന്നതും LDFനത് ഏറ്റവും വലിയ തിരിച്ചടി നൽകാൻ പോകുന്നതും എന്നതാണ് ക്യാമ്പിൽ ചർച്ചയായത്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ UDFനൊപ്പം ഇല്ലാതിരുന്ന പല വിഭാഗങ്ങളും ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കൊപ്പം നിലയുറപ്പിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ് നല്ലത് എന്നും ഇടതുപക്ഷം വന്നാൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന് കരുതിയിരുന്നവർ വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം പിണറായി കമ്മ്യൂണിസം വിട്ട് അത്തരത്തിലുള്ള 100 കണക്കിന് ആളുകൾ ഇന്ന് UDFനൊപ്പമായി കഴിഞ്ഞു. UDFും കോൺഗ്രസും ആഗ്രഹിക്കുന്നതിനേക്കാൾ വലുതായി LDFനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത്. കാരണം ഇടതുപക്ഷം ഇപ്പോൾ തീവ്ര വലതുപക്ഷമാണ്. അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന പാർട്ടി UDFും കോൺഗ്രസുമാണെന്നും തെളിഞ്ഞതോടെ UDFനൊപ്പം കേരളത്തിലെ ജനങ്ങൾ അണിനിരന്നു തുടങ്ങി. അതിൻ്റെ സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് 100 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് UDFനെ എത്തിക്കാൻ പോവുകയാണ്. അതാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് ലക്ഷ്യ 2026 ക്യാമ്പിൽ നൽകിയ ആത്മവിശ്വാസം.